ഇന്നും ശശി തരൂരിൻ്റെ വിവാദം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ശശി തരൂരിനെതിരെ വീക്ഷണം പത്രത്തിലൊരു ലേഖനം വന്നിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ജോൺസൺ അബ്രഹാമാണ് അത് എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനമായി പറയുന്നത് ശശി തരൂർ അവസരവാദമായാണ് പ്രതികരണങ്ങൾ നടത്തുന്നതെന്നുള്ളതാണ്. സാർ ഈ വിമർശനത്തെ എങ്ങനെയാണ് കാണുന്നത്? ശശി തരൂരിനെ പുകച്ച് പുറത്ത് ചാടിക്കാനായിട്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം കോൺഗ്രസ് തീരുമാനിച്ചു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. കോൺഗ്രസ് ശശി തരൂരാണെങ്കിൽ കോൺഗ്രസ് എന്നെ പുറത്താക്കട്ടെ അല്ലെങ്കിൽ നടപടി എടുക്കട്ടെ എന്നുള്ളൊരു നിലപാടിലാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇന്നിപ്പോൾ ആ ലേഖനം വന്നേക്കണത് ഷിബിലി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം. ജോൺസൺ എബ്രഹാം എന്ന് പറയുന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം വീക്ഷണത്തിൽ എഴുതിയിട്ടുള്ള എഡിറ്റോറിയൽ പേജിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ്. ആ ലേഖനം ഇപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇതിലൂടെ കാണാം. അപ്പോൾ ആ ലേഖനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങളെയൊക്കെ വിദേശത്തയക്കുകയും വിദേശ നയതന്ത്രത്തിൽ നരേന്ദ്രമോദി പരാജയപ്പെടുകയും ചെയ്തു എന്നുള്ള ഒരു ലേഖനമാണ്. ആ ലേഖനം ഒരു ആവറേജ് ലേഖനമാണ് കേട്ടോ. യഥാർത്ഥത്തിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് അത് നറേറ്റ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം പറയുന്നൊരു കാര്യം, വിദേശ നയതന്ത്രത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള നരേന്ദ്രമോദി ഭരണത്തിൽ ഇന്ത്യയുടെ വിദേശ നയതന്ത്രത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള തരൂരിൻ്റെ തരം മാറ്റവും അവസരവാദവും പ്രകടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് ആ ലേഖനത്തിൽ കൃത്യമായി പറയുന്ന സെൻറ്റൻസ്. എന്ന് പറഞ്ഞാൽ തരൂരിനെ കുറച്ചും കൂടി തരൂർ ഇപ്പുറത്തെ ഉപയോഗിക്കുന്ന അതേ തന്ത്രം തന്നെ തരൂരിനെ കൃത്യമായി പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ട് തരൂരിനെയും പ്രകോപിപ്പിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ KPCCയുടെയും അതുപോലെ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ തന്നെ പിന്തുണ കൃത്യമായിട്ട് തരൂരിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൂടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം നേരത്തെ K മുരളീധരനാണെങ്കിലും അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ കോഴിക്കോട് MP ആയിട്ടുള്ള രാഘവേട്ടനാണെങ്കിലും നിരവധി ആളുകളാണെങ്കിലും ഇപ്പോൾ നമുക്ക് G കാർത്തികേയൻ്റെ മകനായിട്ടുള്ള ശബരിനാഥൊക്കെ ആണെങ്കിലും ഇവരെല്ലാവരും തന്നെ ശശി തരൂരിനെ പിന്തുണച്ചിരുന്നവരാണ്. അപ്പോൾ ആ ശശി തരൂരിനെ പിന്തുണച്ചിരുന്നവരുടെ പോലും ഒരു ഭൂരിപക്ഷം പേരുടെയും പിന്തുണകൾ ശശി തരൂരിന് നഷ്ടപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിനകത്ത് നിന്നുള്ള നേതാക്കന്മാരുടെ. കാരണം അദ്ദേഹം കഴിഞ്ഞ തവണ ചെയ്തിട്ടുള്ള ഒരു കാര്യം, ആദ്യം നമുക്ക് തന്നെ സംശയമുണ്ടായിരുന്നു ഇതൊരു PR വർക്കാണോ, ശശി തരൂർ അറിഞ്ഞുകൊണ്ടാണോ. പക്ഷേ ശശി തരൂർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. കാരണം ശശി തരൂരിൻ്റെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത അതേ ആളുകൾ തന്നെയാണ്, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, അതേ ആളുകൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ വോട്ട് വൈപ്പിൻ്റെ വെബ്സൈറ്റും ചെയ്തിട്ടുള്ളത്. പിന്നെ മറ്റൊരു മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ഈ പറയുന്ന രീതിയിലുള്ള, അദ്ദേഹം നേരത്തെ തന്നെ ഒരു ലേഖനം എഴുതുകയും ആ ലേഖനം പിന്നീട് കൃത്യമായിട്ട് ഈ പറയുന്ന ഇതിലേക്ക്, അതായത് ഞാൻ പറയുന്നത് ഈ ലേഖനം തന്നെ വീണ്ടും എടുത്ത് ലേഖനം എഴുതിയ ആൾ തന്നെയാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സർവേ ഫലമെടുത്ത് ആദ്യമേ എന്ത് ചെയ്യുന്നത്, എക്സിൽ പോസ്റ്റ് ചെയ്യുന്നത്. അത് വീണ്ടും ഷെയർ ചെയ്യുകയാണ് നമ്മുടെ ശശി തരൂർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ശശി തരൂരിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകും. അത്തരത്തിൽ പല താല്പര്യങ്ങളുള്ള ആളുകളുടെ സർവേകളൊക്കെ ഇനി മുതൽ വന്നേക്കാം എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾക്കൊക്കെ വലിയ തോതിൽ മുൻതൂക്കം കിട്ടുകയും സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് പോലും ശശി തരൂരിൻ്റെ ഒരു അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പൊതുസമ്മതി കുറച്ചെങ്കിലും ഇടിയുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അങ്ങനെ ഒന്ന് ജനസമ്മതിയിൽ ഇടിവുണ്ടായി, അതേസമയം തന്നെ ഈ പറയുന്ന നേതാക്കന്മാരുടെ അടുത്തുള്ള പിന്തുണ നഷ്ടപ്പെട്ടു എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും ശശി തരൂരിനെ ഒന്നുകൂടി പ്രൊവോക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് കൃത്യമായ രാഷ്ട്രീയമായിട്ടുള്ള അറിവുകളോടുകൂടി, അല്ലെങ്കിൽ ഇൻക്ലൂഡിങ് KC വേണുഗോപാലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അടക്കം അറിഞ്ഞുകൊണ്ട് ഈ ലേഖനം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഒരു ലേഖനം ഞാൻ ഈ പറഞ്ഞ വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തരൂരിൻ്റെ തരം മാറ്റം അവസരവാദപരമാണ്, അപ്പോൾ അവസരവാദം പ്രകടിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് ഒരു കാരണവശാലും ജോൺസൺ എബ്രഹാം എന്ന് പറയുന്ന രാഷ്ട്രീയ സമിതി അംഗം എഴുതിയില്ല. ഇനി എഴുതിയാൽ തന്നെ കോൺഗ്രസിൻ്റെ മുഖപത്രമായിട്ടുള്ള വീക്ഷണത്തിൽ അത്തരത്തിലുള്ള ഒരു വാചകം വരില്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും വളരെ വളരെ കൃത്യമാണ്, കോൺഗ്രസ് അതിന് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാർ ഇപ്പോൾ പറഞ്ഞു ശശി തരൂരിനെ പുകച്ച് പുറത്ത് ചാടിക്കാന്ന്. ശശി തരൂർ പുറത്തു പോയ ശശി തരൂർ അധികാരമല്ലാതെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കില്ല. അത് ശശി തരൂർ പുറത്തു പോവുകയാണെങ്കിൽ, ശശി തരൂരായിട്ട് പുറത്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ BJP നൽകുന്ന ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പുറത്തു പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ ബാധിക്കും. പക്ഷേ അവിടെ അദ്ദേഹത്തിന് സേഫ് ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത് കോൺഗ്രസ് അദ്ദേഹത്തെ പുറത്താക്കുകയാണെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും വേറെ ഏതെങ്കിലും ചുമതലകൾ ആര് തരുന്നതും ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് തന്നെയാണ് തരൂർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സാർ, അപ്പോൾ തരൂരിന് ഒരു BJP എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഉണ്ടാകുമോ?
ഷിബിലി അതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ തരൂർ ആരാണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമല്ലോ. ഇപ്പം നാളെ ഒരു ഉദാഹരണത്തിന് മാത്രം ഞാൻ പറയുകയാണ്. ഇപ്പം നരേന്ദ്രമോദി BJP-യിൽ നിന്ന് രാജിവെച്ച് വരികയാണ്. അദ്ദേഹത്തിന് മറ്റേത് പാർട്ടിക്കാണ് വലിയൊരു ഓപ്ഷൻ കൊടുക്കാൻ കഴിയും? ഇപ്പം മമതാ ബാനർജി ആ പാർട്ടിയിൽ നിന്ന് മാറുകയാണെന്ന് ചോദിച്ചാൽ സംഭവിക്കില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെ വന്നാൽ ഏത് കൊടുക്കാൻ കഴിയും? ഇപ്പം ശശി തരൂരിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന ഏക പാർട്ടി എന്ന് പറയുന്നത് അത് BJP മാത്രമാണ്. അല്ലെങ്കിൽ തരൂരിനെ ഇപ്പം അക്കോമഡേറ്റ് ചെയ്യാന്ന് പറയുന്നത് CPM-ലേക്ക് അക്കോമഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ CPM-ന് മാക്സിമം കൊടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രിസ്ഥാനം ആണ്. വന്നാൽ CPM ഉറപ്പായിട്ടും അത് കൊടുക്കും. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കണമെങ്കിൽ കൊടുക്കേണ്ടി വരുന്ന ഏതാണ്? മുഖ്യമന്ത്രി സ്ഥാനമാണ്. ശശി തരൂരിനെ പ്ലേസ് ചെയ്തിരിക്കുന്നതും അത്ര വലിയ വലുപ്പത്തിലാണ്. ഒന്ന്. രണ്ടാമത്തത് ശശി തരൂർ എന്ന് പറയുന്ന ഒരാളും അതിൽ കൂടുതൽ തീർച്ചയായിട്ടും അർഹിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു വിദേശകാര്യ മന്ത്രിയുടെ പദവിയോ അല്ലെങ്കിൽ ഒരു ഉപരാഷ്ട്രപതിയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയോ അല്ലെങ്കിൽ നേരത്തെ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്ത പോലെ തന്നെ UN സെക്രട്ടറി ജനറൽ ഒക്കെ ആകാം. അപ്പം അതൊന്നും കൊടുക്കാൻ മറ്റൊരു പാർട്ടിക്കും കഴിയില്ലല്ലോ ഷിബിലി. അതൊന്നും കൊടുക്കാൻ മറ്റൊരു പാർട്ടിക്കും കഴിയില്ല. അതാണ് അതിൻ്റെ കാര്യം. സാർ ആദ്യം പറഞ്ഞു ഈ ലേഖനം ഒന്നുകൂടിയും ബെറ്റർ ആയിട്ട് എഴുതാമായിരുന്നു എന്നുള്ളത്. അതെന്താണ്? ഈ ലേഖനം ബെറ്ററായിട്ട് എഴുതാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഷിബിലി അറിയേണ്ടത് കഴിഞ്ഞ വർഷങ്ങളിലായി നരേന്ദ്രമോദി 75ഓളം രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 80-ലധികം വിസിറ്റുകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഈ 80-ലധികം വിസിറ്റുകൾ നടത്തിയതിന് കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ചിലവായിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ചിലവായിട്ടും നയതന്ത്ര മേഖലയിൽ നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് പോലെ ഒരു ലോകഗുരുവായിട്ടോ അല്ലെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഇമേജ് ബിൽഡിങ്ങിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്ന യാഥാർത്ഥ്യം കുറച്ചുകൂടി വസ്തുതകൾ അടിസ്ഥാനപ്പെടുത്തി എഴുതേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ നിലപാട്. അത് ഞാൻ വിശദമാക്കാം എന്താണെന്ന്. ഉദാഹരണം പറഞ്ഞാൽ 2008 മുംബൈയിൽ വലിയ തോതിലുള്ള അറ്റാക്ക് നടക്കുന്നു. അറ്റാക്ക് നടക്കുമ്പോൾ അന്നത്തെ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഹുസൈൻ ഒബാമ, അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ബറാക്ക് ഹുസൈൻ ഒബാമ പറഞ്ഞത് ഇന്ത്യ ഹാസ് എ റൈറ്റ് ടു ഡിഫൻസ് എന്നാണ്. ഇന്ത്യക്ക് പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ പല ഘട്ടങ്ങളിലും, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല, പല ഘട്ടങ്ങളിലും പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള പരിപാടികൾ നിർത്തണം, തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ നിർത്തണം എന്ന് പോലും യഥാർത്ഥത്തിൽ അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനോട്. അപ്പം അത്തരത്തിൽ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹൗദി മോദി പോലെയുള്ള ഹൂസ്റ്റണിൽ ചെന്ന് അബ്കി ബാർ ട്രംപ് സർക്കാർ എന്ന് പറയുന്ന പോലെയുള്ള വലിയ തോതിൽ പ്രചരണത്തിന് പോലും നരേന്ദ്രമോദി പോയിട്ടുള്ള ഒരു അമേരിക്കയിൽ നിന്ന് ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം എന്ന് പറയുന്നത്, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം തുടങ്ങുന്നത് ഷിബിലിക്കൊക്കെ അറിയില്ല 1947-ലാണ്. അപ്പം അതിനു മുമ്പ് തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയം 1500 കൊല്ലങ്ങൾക്ക് മുമ്പേയുള്ള വലിയ പ്രശ്നമാണ് എന്നുള്ളതും അതിൽ ഞങ്ങൾ മധ്യസ്ഥം വഹിച്ചു എന്നുള്ളതും ഞങ്ങൾ ട്രേഡിന് വേണ്ടിയിട്ട് നടത്താൻ അവരോട് ആവശ്യപ്പെട്ടു എന്നൊക്കെ ഉള്ളതുമായിട്ടുള്ള പരാമർശങ്ങളടക്കം ട്രംപ് പറയുകയും ഏറ്റവും ഒടുവിൽ നമുക്കറിയാം ഇപ്പം അസീം മുനീർ അതവിടെ ചെല്ലുമ്പോൾ അത് ഈ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അസീം മുനീർ ചെല്ലുമ്പോൾ ഈ നയതന്ത്ര സംഘം അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ അസീം മുനീർ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഒരു രാഷ്ട്ര തലവൻ എന്നുള്ള ആൾക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ചുകൊണ്ട് കൃത്യമായി ഈ പറയുന്ന ട്രംപ് സ്വീകരിക്കുകയും ചെയ്തു എന്നൊക്കെയുള്ളത് വാസ്തവമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് അമേരിക്കയുടെ മാത്രം നിലപാടുകളാണ്. അപ്പം ഇത്രയും കാലങ്ങളിൽ കഴിഞ്ഞ ഏതാണ്ട് 10 കൊല്ലങ്ങൾ കൊണ്ട് നരേന്ദ്രമോദി 80-ലധികം തരുന്ന വിസിറ്റുകൾ, 75-ലധികം വരുന്ന രാജ്യങ്ങൾ, ഇതെല്ലാം വിസിറ്റ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു നയതന്ത്ര ബന്ധങ്ങൾ ഫലപ്രദമായിരുന്നില്ല എന്നുള്ളത് കുറച്ചുകൂടി എളുപ്പത്തിൽ സ്ഥാപിക്കാൻ കഴിയുന്ന തരത്തിൽ അതിഗംഭീരമായി ഈ ലേഖനം എഴുതേണ്ടതായിരുന്നു. അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ എന്താണ് ഗുണം എന്ന് ഷിബിലേക്ക് അറിയോ? അങ്ങനെ എഴുതിയിരുന്നെങ്കിൽ ഈ ലേഖനം, വീക്ഷണത്തിലുള്ള ലേഖനം ഇപ്പം ഞാനോ കുറച്ച് പേരൊക്കെ വായിക്കുന്നുണ്ടാവുള്ളൂ, അത് വേറെ കാര്യം. കോൺഗ്രസ്സുകാർ പോലും അതൊന്നും വായിക്കാറില്ല, അപ്പോൾ അത് വേറെ കാര്യം. പക്ഷെ എങ്കിൽ പോലും ആ ലേഖനം ഇത്തരത്തിലൊരു വിവാദമാവുക കൂടി ചെയ്യുമ്പോൾ, ഇപ്പോൾ ശശി തരൂരിന് എഴുതിയ ഈ വാചകങ്ങൾ, ലാസ്റ്റ് എഴുതിയ വാചകങ്ങൾ കൊണ്ട് ആ ലേഖനം വിവാദമാകും. ആ ലേഖനം ഏറ്റവും കുറഞ്ഞത് കേരളത്തിലൊരു ബുദ്ധിജീവികളായിട്ടുള്ള കുറച്ചുകൂടി മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റാളുകളോ ഒക്കെ ഇത് ശ്രദ്ധിക്കും, ഉറപ്പാണല്ലോ. ആ ശ്രദ്ധിക്കുമ്പോൾ ആ ലേഖനം അത്രത്തോളം കനപ്പെട്ടതാണെങ്കിൽ യഥാർത്ഥത്തിൽ ആ ലേഖനത്തിന് മറുപടി പറയാൻ തരൂർ ബാധ്യസ്ഥനാവും. മനസ്സിലായോ? ആ ലേഖനത്തിന് തരൂർ മറുപടി പറയാൻ ബാധ്യസ്ഥനാവുമ്പോൾ അതിൽ ഓരോ പോയിന്റുകളും തരൂരിന് ഗണ്ണിക്കാൻ പറ്റില്ല. അപ്പം തരൂരിന് അങ്ങനെ ഗണ്ണിക്കാൻ പറ്റില്ല, ഒന്നാമത്തെ കാര്യം. അല്ലെങ്കിൽ തരൂരിന് അത് ഗണ്ണിച്ചും തരൂര് നരേന്ദ്രമോദിയെ ഡിഫെൻഡ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും കോൺഗ്രസിന് അങ്ങേയറ്റം എതിരായിട്ടുള്ള ഒരു നിലപാടാണ് എടുക്കുന്നതിനുള്ള പ്രൂഫായത് മാറും. അപ്പം ഈ രണ്ട് സാധ്യതകളെയും ഉപയോഗപ്പെടുത്തുന്നതിൽ ആ ലേഖനം പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ
വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി സമഗ്രമായ, കുറച്ചുകൂടി കോംപ്രിഹെൻസീവായ, കുറച്ചുകൂടി ഫാക്ച്വൽ ബേസ്ഡ് ആയിട്ടുള്ള പോയിന്റുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലേഖനമായിരുന്നുവെങ്കിൽ തരൂർ കുറച്ചുകൂടി ബുദ്ധിമുട്ടിയേനെ. കാരണം തരൂരിൻ്റെ എക്കാലത്തെയും വലിയ നിലപാട് എന്താണെന്നറിയാമോ? തരൂരിൻ്റെ എപ്പോഴുമുള്ള നിലപാട്, ഇപ്പം സ്റ്റാർട്ടപ്പ് മിഷനുകൾ തുടങ്ങുന്ന കാര്യത്തിൽ ഇവിടെ കേരളത്തിൽ വ്യവസായം വന്നുവെന്ന് പി രാജീവ് പറയുന്ന കാര്യത്തിൽ അദ്ദേഹം അതിനെ പിന്തുണച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഒരൊറ്റ കാര്യമാണ്, ഞാൻ പറയുന്നത് ഫാക്ച്വലി റോങ് ആണെന്ന് നിങ്ങൾ തെളിയിക്കൂ, ഞാൻ പിൻവലിക്കാമെന്നാണ്. അപ്പം അത്തരത്തിൽ തരൂരിനെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ലേഖനം എഴുതുമ്പോൾ അത് തരൂരിൻ്റെ നിലപാടുകളെയോ തരൂരിൻ്റെ പോച്ച് പുറത്ത് അടിക്കാനുള്ള ഒരു സാധ്യതകൾ മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാനുള്ള ഒരു 2-3 ലൈനുകൾ മാത്രം വെച്ചുകൊണ്ട് എഴുതുന്നതിനേക്കാൾ ഇപ്പം ഈ ലേഖനത്തിൽ തന്നെ നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വലിയ ഗംഭീരമായ ഭരണം നടത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ കാരണം നമുക്കറിയാലോ. അടിയന്തരാവസ്ഥയെ വിമർശിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ ഭരണം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞ് സമാനതകളില്ലാത്ത ക്രൂരതയായിരുന്നു സഞ്ജയ് ഗാന്ധി കാണിച്ചതെന്നൊക്കെ പറഞ്ഞ് തരൂർ ലേഖനം എഴുതിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ വിമർശിക്കാൻ നമുക്ക് ഒരു പരിധിവരെ കഴിയില്ല കോൺഗ്രസിന്, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥയെ ന്യായീകരിക്കാനൊന്നും കോൺഗ്രസിന് കഴിയില്ല. പകരം ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? നയതന്ത്ര രംഗത്ത് BJPയോ അല്ലെങ്കിൽ നരേന്ദ്രമോദിയോ ഒക്കെ ഉണ്ടായിട്ടുള്ള നേട്ടങ്ങൾ അത് തെറ്റാണെന്നുള്ളതിന് കുറച്ചുകൂടി ഗംഭീരമായിട്ടുള്ള തെളിവുകൾ നിരത്തിക്കൊണ്ടായിരിക്കണമായിരുന്നു ഇത് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ തരൂരിൻ്റെ മുമ്പിൽ ഈ ലേഖനം തന്നെ വലിയ ചോദ്യമാവുകയും ഈ ലേഖനത്തിലുള്ള ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വെള്ളം കുടിക്കുകയും അദ്ദേഹം ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് തിരുത്തുകയോ അല്ലെങ്കിൽ അദ്ദേഹം നിശ്ചിതമായിട്ട് കോൺഗ്രസിനെ വീണ്ടും വിമർശിച്ച് നരേന്ദ്രമോദിയുടെ പക്ഷത്തേക്ക് ചേർന്ന് നിൽക്കേണ്ടി വരികയോ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തന്ത്രപരമായും ഇത് ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ളതുമായ ഒരു ലേഖനത്തിൽ കുറച്ചുകൂടി ഗംഭീരമാക്കാമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു.